ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തക്കാളി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയാൽ നമുക്ക് തേങ്ങാ ചട്നിയുടെയും ചമ്മന്തിയുടെയും ഒക്കെ കൂടെ കിട്ടുന്ന തക്കാളി ചട്നിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറേ സാധനങ്ങൾ നമുക്ക് മൂപ്പിച്ചെടുക്കാനുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിലും ഉഴുന്നുപരിപ്പ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരുപാട് മൂത്ത് പോവേണ്ട. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 6 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി വലുതാണെങ്കിൽ 4 എണ്ണം, ചെറുതാണെങ്കിൽ 6 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവേണ്ട, ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാൽ നമ്മുടെ ചട്നിയുടെ ആ മണവും ടേസ്റ്റും മാറിപ്പോവും. അപ്പോൾ നമ്മളിതേ ഉഴുന്നുപരിപ്പും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 5 കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതും നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചട്നിയുടെ ആ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയെല്ലാം മുളക് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കാശ്മീരി മുളക് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 20 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാനത് ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എങ്കിലേ എല്ലാം പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്, എല്ലാ ഭാഗവും ഒരുപോലെ പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളി ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി. സവാള ചേർക്കുന്ന സമയത്ത് 10 ചെറിയുള്ളിയും 1 സവാളയും ചേർക്കുക. ഇല്ല, ചെറിയുള്ളി തീരെ ഇല്ല എന്നുണ്ടെങ്കിൽ 1.5 സവാള എടുക്കുക. എന്തായാലും ചെറിയുള്ളിയാണ് നമുക്ക് നമ്മുടെ ചട്നിക്ക് നല്ലത്. ചെറിയുള്ളി ചേർത്ത് ഉണ്ടാക്കുന്ന ചട്നിക്ക് മണവും ടേസ്റ്റും കൂടുതലായിരിക്കും. സവാള ചേർക്കുമ്പോൾ അതിന് ഒരു മധുരമായിരിക്കും. അപ്പോൾ ഈ നമ്മൾ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ പഴുത്ത തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പഴുത്ത തക്കാളി തന്നെ എടുക്കുക. തക്കാളി വളരെ കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് നമുക്കത് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് തന്നെ കിട്ടണം. അപ്പോൾ അതേ നമുക്കിനി തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 3/4 സ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3/4 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അരച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ചേർത്ത് നല്ലപോലെ എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതേപ്പം നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് മല്ലിയിലയിലെ ഇലകൾ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മല്ലിയില ചേർക്കേണ്ട. ആ ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് മല്ലിയില ഒരു തണ്ടിൽ ഇലകൾ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇത്. സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. 1 സ്പൂണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് എന്തായാലും ചേർത്ത് കൊടുക്കുക. നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ആ തക്കാളി ചട്നിയുടെ ടേസ്റ്റ് കിട്ടുക. ഇനി അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോഴാണ് ആ ചട്നിക്ക് കൂടുതൽ ടേസ്റ്റും മണവും കിട്ടുക. എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ജീരകം, 2 വറ്റൽമുളക് പൊട്ടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കായംപൊടിയും ചേർത്ത് കൊടുക്കാം. കായംപൊടി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നി കൂടെ ഒഴിച്ചു കൊടുക്കാം. ചട്നിയിലേക്ക് ചട്നി ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ. ഇനി ഇത്രയും മതി കേട്ടോ. ഇനി ആ ചൂടിൽ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന നമ്മൾ കഴിച്ചിട്ടുള്ള തക്കാളി ചട്നി വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു നമ്മൾ ഏതൊക്കെ ചട്നി നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും തേങ്ങ ചട്നിയും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ തക്കാളി ചട്നിയുടെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ ബൈ.